ഹലോ കേസ്, ഞാൻ ഈ വണ്ടിയിൽ വരുമ്പോൾ എന്നും ഇവർ രണ്ടുപേരും പിന്നെ ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ പുറകെ വരുന്നതേ കണ്ടോ. ഇവൾക്ക് സുഖമല്ല. ഞാൻ ഞായറാഴ്ച പോയി മരുന്നൊക്കെ വാങ്ങിച്ചത് ഇവൾക്ക്, പക്ഷേ കുറഞ്ഞില്ല. ഇനി ഒന്നോടെ കൊണ്ടുപോകണം. അതിനുള്ള സമയമില്ല. ജോലിക്കും പോകണം. എൻ്റെ അമ്മയും മോളും ഇവർക്ക് ആരും ഇല്ലാത്തത്. ഞാൻ എന്നും ചോറ് കൊടുക്കും. ബാ രണ്ടുപേരും ബാ, തരാം കേട്ടോ. രണ്ടുപേരും കഴിച്ചതേ. അപ്പം ഉണ്ട്, ചിക്കൻ്റെ കാലുണ്ട്, ഒക്കെ ഉണ്ട്. ചിക്കനാണ് അത്. രണ്ടുപേരും കഴിക്കണുണ്ടോ? വിശപ്പിനോടും വലുത് വേറെ ഒന്നുമില്ലല്ലോ. ഇവർക്ക് ഞാനാ ഫുഡ് കിടക്കുന്ന 2 നേരം ഉണ്ടോ. എന്നും പാത്രത്തിലാണ് കൊടുക്കണം. ഇന്ന് ഞാൻ പാത്രം എടുക്കാൻ മറന്നു. ഈ ധൃതിയുടെ ഇവിടെ ഇറങ്ങി ഓടണ്ടേ. എന്താ ഉണ്ടോ രണ്ടുപേരും കഴിക്കുന്നത്. ഇളയ മോക്ക് സുഖമില്ല, അതേ കണ്ടോ. മോളുടെ മേലെല്ലാം പൊട്ടിയിരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കാര്യം കണ്ടോ. സമയം കിട്ടുമ്പോൾ വേണം. ഇന്നിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കൊടുക്കണം, വാങ്ങിച്ച് തേക്കണം. കഴിഞ്ഞ ഞായറാഴ്ച കുളിപ്പിച്ച് ഈ വഴിയരിയിലാണ് അവർ കിടക്കുന്നത്. ഉണ്ടോ ഇഷ്ടമല്ലേ. വിശപ്പല്ലേ ഏറ്റവും വലുത്. അമ്മയും മക്കളുമാണിത്. കഴിച്ചിട്ടേ പോകണുള്ളൂ, ഇല്ലെങ്കിൽ കാക്കയും കോഴിയും കഴിക്കും. എൻ്റെ വീട് ഇച്ചിരി ദൂരമാണ്, പക്ഷേ ഇവിടെ ഈ വഴിക്കരിയിലായിരുന്നു കിടക്കാറ്. ഇവിടെ ഒരു ആൾ കഴിഞ്ഞ വീടുണ്ട്, അവിടെ തിണ്ണയിലൊക്കെയാണ് അവർ കഴിയുന്നത്. അമ്മയും മോളുമാണ്. പക്ഷേ മോക്കാണ് സുഖമില്ലാത്തത് കണ്ടോ. ആശുപത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പൈസ, ഞാൻ പണിയെടുത്തില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മുടങ്ങും. ഞാൻ എന്താ പറയുക, എന്നാലും കൊണ്ടുപോകണം. ഒരു ലീവ് എടുത്തണം. അത് ഇന്ന് ഞാൻ പോയി മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് മേടിക്കും. ഞാൻ വൈകുന്നേരം നിങ്ങൾക്ക് എല്ലാവരെയും കാണിക്കാതെ. ഇവർ ഞാൻ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ഇവർ ഇത്രയെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ 1.5-2 വർഷമായിട്ട്, ഇവൾക്ക് 1 വയസ്സുള്ളൂ. 1.5 വയസ്സായി മോൾക്ക്. അമ്മയ്ക്ക് ഒരു 5-6 വയസ്സുണ്ട്. അമ്മയ്ക്ക് വേറെയും കുട്ടികളുണ്ടായിരുന്ന എല്ലാത്തിനെയും കുറുക്കം പിടിച്ചുകൊണ്ട് പോയി. ഇവിടെ ഭയങ്കര കുറുക്കനുള്ള കാടാണ്. ഇതുണ്ടോ, ഭയങ്കര കാട്. ഇതാണ് കാട്. എന്താ കാടുള്ളതുകൊണ്ട് ഭയങ്കര കുറുക്കന്മാരെ ശല്യമുണ്ടോ. അപ്പോൾ ഇവരിവിടെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കുറുക്കം പിടിച്ചുകൊണ്ട് പോയി. ബാക്കി ഒരെണ്ണം മാത്രമേ ബാക്കി വന്നുള്ളൂ. കഷ്ടമല്ലേ. കഴിക്കാം, മൊത്തം കഴിക്കാം. മറ്റിച്ചിരി വെള്ളം കൊടുക്കണം. ജോലി കളഞ്ഞിട്ട് എനിക്കൊരു ക്യാൻറ്റീനിലാണ് ജോലി. ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. കാരണം ഫുഡ് ഉണ്ടാക്കണല്ലേ. പിന്നെന്താ പറയണേ, എന്തായാലും